friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുന്നേ ചെയ്യാറുണ്ടായിരുന്നല്ലേ സ്റ്റോറി വായിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അത് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റോറി ഇങ്ങോട്ട് വായിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സ്റ്റോറി ദ മിൽക്ക് മെയ്ഡ് ആൻഡ് ഹെർ പെയിൽ ആണ്. ഓക്കെ, സോ ദ മിൽക്ക് മെയ്ഡ് ആൻഡ് ഹെർ പെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് എന്താ അതിന് മലയാളത്തിൽ പറയാമെന്ന് എനിക്കറിയത്തില്ല. പാൽ കച്ചവടം ചെയ്യുന്ന പാൽക്കാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ മിൽക്ക് മെയ്ഡ്. ഓക്കെ, പെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് കൊടുക്കുന്ന ആളുടെ തലയിൽ ഉണ്ടാകുന്ന ആ കുടമില്ലേ, കുടമല്ല, ആക്ച്വലി ഒരു ബക്കറ്റ് സോർട്ട് ഓഫ് തിങ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ പേരെന്ന് പറയുന്നത് എന്താ? ദ മിൽക്ക് മെയ്ഡ് ആൻഡ് ഹെർ പെയിൽ. ഓക്കെ, നമ്മൾ സ്റ്റോറി വായിക്കാം അല്ലേ. സ്റ്റോറി ഇങ്ങനെ തുടങ്ങുന്നേ. A milkmaid had been out to milk the cows and was returning from the field with the shining milk pail balanced nicely on her head. ഇപ്പം എന്തൊക്കെ കാര്യം നമ്മൾ വായിച്ചത്? A milkmaid had been out to milk the cows. ഒരു പാല് വിൽക്കുന്ന ഒരു പാൽക്കാരി പെൺകുട്ടി പാല് കറക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. had been out to milk the cows. Okay, probably ഒരു ഫീൽഡിലായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം പാല് കറന്നെടുക്കാൻ വേണ്ടി ഫീൽഡിൽ പോയേക്കുമായിരുന്നു. ആൻഡ് വാസ് റിട്ടേണിങ് ഫ്രം ദ ഫീൽഡ്. എന്നിട്ട് അവൾ പാലെടുത്തിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഫീൽഡിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ദ ഷൈനിങ് മിൽക്ക് പെയിൽ ബാലൻസ് നൈസ്ലി ഓൺ ഹെർ ഹെഡ്. അപ്പോൾ ആ നല്ല തിളങ്ങുന്ന ആ പാൽക്കുടം ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അതിങ്ങനെ അവളുടെ തലയിൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വരുമായിരുന്നു. മിൽക്ക് പെയിൽ ബാലൻസ് നൈസ്ലി ഓൺ ഹെർ ഹെഡ്. As she walked along, her pretty head was busy with plans for the days to come. അപ്പോൾ അവളിങ്ങനെ നടന്ന വഴിക്ക് എന്തായിരുന്നു, അവളുടെ തലയിൽ അടുത്തടുത്ത ദിവസങ്ങളിലെ കുറേ പ്ലാൻസ് ഇങ്ങനെ വരുക. ഓക്കെ, her pretty head was busy with plans for the days to come. This good rich milk, she mused, will give me plenty of cream to churn. അപ്പം എന്താ പറയുന്നത്, ഇപ്പം എൻ്റെ തലയിരിക്കുന്ന ഇത്രയും നല്ല നല്ല ഒത്തിരി സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന അത്ര നല്ല മിൽക്ക് എന്ത് ചെയ്യും, ഇവൾക്ക് ഒത്തിരി ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ അതിന് പറയുന്നത്, പാലൊക്കെ ഉടയ്ക്കുകയല്ലേ, ആസ് ഇങ്ങനെ ചേൺ എടുത്തിട്ട് അതിൽ നിന്ന് ഇവൾക്ക് ഒത്തിരി ക്രീം കിട്ടും. ആ ക്രീം ഇവൾക്ക് ചേൺ ചെയ്ത് ബട്ടറൊക്കെ ആക്കാൻ പറ്റും എന്ന് ഇവളിങ്ങനെ വിചാരിക്കുക. പക്ഷേ ഈ മ്യൂസ്ഡ് എന്ന് വെച്ചാൽ, മ്യൂസ്ഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങനെ ഗാഢമായ ചിന്തയിലായി പോവുക, ടു ബി അബ്സോർബ്ഡ് ഇൻ തോട്ട് എന്നൊക്കെയാണ്. അപ്പം ഇവളിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഇവളിങ്ങനെ ഒരു ഭയങ്കര ചിന്തയിലേക്ക് പോവുക. എന്ത്, ഈ ഇത്രയും നല്ല നല്ല പാല് എനിക്ക് ഒത്തിരി ക്രീം തരും, ആ ക്രീം ഞാൻ എന്ത് ചെയ്യും, ദ ബട്ടർ ഐ മേക്ക് ഐ വിൽ ടേക്ക് ടു മാർക്കറ്റ് ആൻഡ് വിത്ത് ദ മണി ഐ ഗെറ്റ് ഫോർ ഇറ്റ് ഐ വിൽ ബൈ എ ലോഡ് ഓഫ് എഗ്സ് ഫോർ ഹാച്ചിങ്. അപ്പോൾ ഇവളെന്താ പറയുന്നത്, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ചേൺ ചെയ്തെടുക്കുന്ന ബട്ടർ, വെണ്ണ ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റിൽ കൊണ്ടുപോകും. എന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി അത് വിൽക്കും. ആൻഡ് വിത്ത് ദ മണി ഐ ഗെറ്റ് ഫോർ ഇറ്റ്, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഐ വിൽ ബൈ എ ലോട്ട് ഓഫ് എഗ്സ് ഫോർ ഹാച്ചിങ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് കുറേ മുട്ട വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ആ മുട്ട ഞാൻ എന്ത് ചെയ്യും, വിരിയാൻ വെക്കും. ഹൗ നൈസ് ഇറ്റ് വിൽ ബി വെൻ ദേ ആർ ഓൾ ഹാച്ച്ഡ് ആൻഡ് ദ യാർഡ് ഇസ് ഫുൾ ഓഫ് ഫൈൻ യങ് ചിക്സ്. അപ്പോൾ ഇവളെന്താ പറയുന്നത്, ഞാനത് കൊണ്ടുവന്നിട്ട് ഞാൻ അതെല്ലാം ഇങ്ങനെ വിരിയാൻ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുറ്റത്ത് നിറയെ ഇങ്ങനെ ചെറിയ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന എന്ത് രസമായിരിക്കും. ഹൗ നൈസ് ഇറ്റ് വിൽ ബി. Then when May Day comes, I'll sell them, and with the money I'll buy a lovely new dress to wear to the fair. അപ്പോൾ എന്താ, പിന്നെ മെയ് ഡേ വരുമ്പോൾ, മെയ് ഡേ എന്ന് പറയുന്നത് ഈ കഥ അനുസരിച്ച് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എല്ലാ സെയിൽസും നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പം മെയ് ഡേ വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഞാനൊരു അടിപൊളി ഡ്രസ്സ് വാങ്ങിക്കും. ഞാൻ എന്നിട്ടത് ഫെയർ എന്താ, ഈ എന്തേലും ഒത്തിരി ഇങ്ങനെ നമ്മൾ ഉത്സവത്തിനൊക്കെ കാണത്തില്ല, ഇങ്ങനെ ഒത്തിരി കടകളിങ്ങനെ നിരത്തി അവിടെ ഇങ്ങനെ ഒത്തിരി സെല്ലിംഗ് ഒക്കെ ഒത്തിരി സാധനങ്ങൾ കാണും. അതുപോലത്തെ ഒരു ഫെയറിൽ പോവാണ്. ഓക്കെ,
all the young men will look at me. അപ്പം ഞാൻ ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകുമ്പോൾ അവിടെയുള്ള യങ് ആയിട്ടുള്ള എന്താ പിള്ളേരൊക്കെ എന്നെ നോക്കുമായിരിക്കും. they'll come and try to propose me. അപ്പോൾ അവർ വന്നിട്ട് എന്ത് ചെയ്യും, എന്നെ പ്രപ്പോസ് ചെയ്യാൻ നോക്കും, എന്നോട് ഇഷ്ടമാണെന്ന് പറയാനൊക്കെ നോക്കും. ബട്ട് ഐ ഷെൽ വെരി ക്വിക്ക്ലി സെൻഡ് ദം അബൌട്ട് ദെയർ ബിസിനസ്. ഞാൻ അവരെ അവരുടെ വഴിക്ക് പറഞ്ഞു വിടും. ഞാൻ അവർ പറയുന്നൊന്നും ഇത് ചെയ്യത്തൊന്നുമില്ല. ഞാൻ എൻ്റെ സെല്ലിംഗ് ഒക്കെ നടത്തി അടിപൊളിയായിട്ട് ഞാൻ ഇത് ചെയ്യും, എന്നിട്ട് അവരെ അവരുടെ വഴിക്ക് പറഞ്ഞു വിടും. As she thought of how she would settle that matter, she tossed her head scornfully and down fell the pail of milk to the ground. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചപ്പോൾ അവളിങ്ങനെ ദേഷ്യത്തോടെ അവരോട് പോകുന്നു പറയുന്ന ആലോചിച്ചിട്ട് അവളിങ്ങനെ അവളുടെ തല ദേഷ്യത്തോടെ ഇങ്ങനെ കുലുക്കിയപ്പോൾ എന്താ സംഭവിച്ചു, നമ്മുടെ പാലിരുന്ന ആ കുടം നിലത്തേക്ക് വീണിട്ട് അത് നിലത്തേക്ക് വീണുപോയി. down fell the pail of milk to the ground and all the milk flowed out. അതിലുണ്ടായിരുന്ന മൊത്തം മിൽക്കും എന്ത് ചെയ്തു, നിലത്ത് പോയി. And with it vanished butter and eggs and chicks and new dress and all the milkmaids' pride. അപ്പം ആ തലേന്ന് അത് പോയ കൊടുത്ത് എന്തൊക്കെ പോയി, എന്തൊക്കെ ഇങ്ങനെ ഡിസപ്പിയർ ആയി പോയി, എന്തൊക്കെ മാഞ്ഞു പോയി, വെണ്ണ മാഞ്ഞു പോയി, മുട്ടകൾ മാഞ്ഞു പോയി, എന്താ കോഴിക്കുഞ്ഞുങ്ങൾ മാഞ്ഞു പോയി, അവളുടെ പുതിയ ഡ്രസ്സ് മാഞ്ഞു പോയി, അതേപോലെ തന്നെ ഇവളുടെ ആ ഒരു അഹങ്കാരവും ഇങ്ങനെ മാഞ്ഞു പോയി. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയുടെ മോറൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഡു നോട്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. എന്ന് വെച്ചാൽ എന്താ, മുട്ട വിരിയണേന് മുന്നേ കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണരുത്. ഇതിനോട് ചേരുന്ന മലയാളം പ്രോവർബ്സ് നമ്മൾക്കും കാണും അല്ലേ. അപ്പോൾ ഇതൊരു പ്രോവർബാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയുടെ കൂടെ ഒരു പ്രോവർബും കൂടെ പഠിക്കുകയാണ്. എന്താണ്? ഡു നോട്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. ഓക്കെ, സോ അപ്പോൾ ഇതായിരുന്നു സ്റ്റോറി. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ദിവാസ്വപ്നം കണ്ട് നമ്മൾ ഇന്നൊക്കെ ചെയ്യുമായിരിക്കും, അങ്ങനെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കണക്കുകൂട്ടലുകളുടെ ആവശ്യമില്ല. നമ്മൾ ഓരോ കാര്യം ചെയ്യുക, എന്നിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫലം എന്താണെന്ന് കാണുക അല്ലേ. ശരി, അപ്പോൾ ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാൻ പറ്റി. നമ്മൾ കുറച്ച് പുതിയ വാക്കുകൾ പഠിച്ചു. മ്യൂസ് നമ്മൾ പഠിച്ചു, ചേൺ പഠിച്ചു, അതുപോലെ പല വാക്കുകൾ നമ്മൾ പഠിച്ചു. സോ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ടൈം കിട്ടി. നിങ്ങളുടെ എല്ലാ ബിസി സ്കെഡ്യൂളിൽ നിന്നും വെറുതെ ഇരുന്ന് കഥ കേൾക്കാനുള്ള ഇച്ചിരി സമയം കിട്ടി. അപ്പോൾ അതും ഒരു നല്ല കാര്യം അല്ലേ. ശരി, ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇങ്ങനത്തെ കോഴ്സ്, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം, ഇങ്ങനത്തെ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിനുള്ള ഡീറ്റെയിൽസ്, ഒരു വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൗൺസിലറിനെ ആയിരിക്കും ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ കൗൺസിലർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തരും, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരും. സോ നിങ്ങളത് എല്ലാം നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളത് നോക്കുക കേട്ടോ. ശരി, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. Until we see again another time, this is Aksa Abraham signing off from English Mithra. Thank you. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.